SNDP NSS ഐക്യത്തിൽ SNDPയുടെ നിർണായക യോഗം അല്പസമയത്തിനകം മുഴുവൻ യൂണിയൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ ചേരുകയാണ്. ഷാജി, ഈ SNDP NSS ഐക്യ ആലോചന ആ വിഷയത്തിൽ ഇപ്പോൾ SNDPയുടെ പ്രധാനപ്പെട്ട യോഗം ചേരുകയാണല്ലോ. SNDPയുടെ സംസ്ഥാനത്തെ മുഴുവൻ ഭാരവാഹികളും ഈ യോഗത്തിൽ പങ്കാളികളാകുമോ? പ്രധാനമായും NSS നേതൃത്വവുമായുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒക്കെ ഈ യോഗത്തിൽ തീരുമാനമെടുക്കുമോ? അതിന്റെ സാധ്യതകളടക്കം ഈ യോഗത്തിൽ തീരുമാനമെടുക്കുമോ? തീർച്ചയായിട്ടും മനു, അല്പസമയത്തിനകം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും. ഞാനിപ്പോൾ ഇവിടെ ഈ യോഗം നടക്കുന്ന ഹാളിന് മുൻവശം നിൽക്കുകയാണ്. പ്രതിനിധികളൊക്കെ തന്നെ കുറച്ചധികം ആളുകൾ ഇതിനുള്ളിലുണ്ട്. കുറച്ചധികം ആളുകൾ ഇപ്പോൾ വന്ന് യോഗം ജനറൽ സെക്രട്ടറി വന്നിട്ട് അദ്ദേഹത്തോടൊപ്പം കയറുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇങ്ങനെ ഒരു യോഗം ചേരേണ്ട സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വേദിയിൽ വെച്ച് പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് SNDP യോഗം ജനറൽ സെക്രട്ടറിനെ വർഗീയവാദി എന്ന് ചിത്രീകരിക്കുകയും അദ്ദേഹത്തെ കിട്ടുന്ന വേദികളിലൊക്കെ തന്നെ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് NSS അടക്കമുള്ള മറ്റ് സാമുദായിക സംഘടനകളൊക്കെ അതിലിടപെടുകയും SNDP യോഗം ജനറൽ സെക്രട്ടറി പദവി അത്തരം വലിയ ഒരു മഹത്തായ വ്യക്തിയെ മോശമായി ചിത്രീകരിക്കുന്നതിനെതിരായിട്ട് പല സംഘടനകളും രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ SNDPയുടെ പല യൂണിയനുകളും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമൊക്കെ രംഗത്ത് വന്നിരുന്നു. അപ്പോഴാണ് NSSൻ്റെ നേതൃത്വം ഇതിനെ SNDP യോഗം ജനറൽ സെക്രട്ടറിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയും അപ്പോൾ ഇങ്ങനെ ഒരു ആലോചനാ യോഗം, അതായത് ഇരുവരും തമ്മിൽ യോജിക്കുന്നതിനെക്കുറിച്ചൊരു ആലോചനാ യോഗം നടന്നത്. ആ ആലോചനാ യോഗത്തിൻ്റെ ഭാഗമായിട്ട് യൂണിയൻ ഭാരവാഹികൾ മുഴുവൻ പേരെയും വിളിച്ചു വരുത്തി ഒരു തീരുമാനമെടുത്തിട്ടായിരിക്കും അത്തരത്തിൽ ഒരു അവസാന വാക്കിലേക്ക് പോവുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോവുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ കേരളത്തിലെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള മുഴുവൻ ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ മകനും SNDPയുടെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ ഇപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരിക്കും ഏത് തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്കായിരിക്കും. NSSുമായിട്ട് എന്തായാലും ഒരു യോജിപ്പിലേക്ക് പോകുന്നതിനുള്ള വഴി തുറന്നു കിട്ടിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഏതൊക്കെ സാഹചര്യമായിരിക്കും, അല്ലെങ്കിൽ നടപടികൾ എന്തായിരിക്കും, വരും ദിവസങ്ങളിൽ ഏത് തരത്തിലായിരിക്കും ഇത്തരം ഒരു യോജിപ്പുമായി മുൻപോട്ട് പോകുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും SNDP ഇപ്പോൾ യോഗം ചേർന്നു, അവരുടെ ഒരു തീരുമാനം വേണം. ഒപ്പം തന്നെ NSS നേതൃത്വമായി ഒരു ചർച്ചയുടെ സാധ്യതകൾ പരിശോധിക്കണം. ആ വിഷയങ്ങളൊക്കെ ആയിരിക്കില്ല യോഗത്തിൽ പ്രധാനമായും ഉയർന്നു വരിക. ഒരുപക്ഷേ ഇന്നത്തെ യോഗത്തിന് ശേഷം NSS നേതൃത്വമായുള്ള ഒരു കൂടിക്കാഴ്ചയുടെ ഒരു സാധ്യതകളൊക്കെ ആയിരിക്കില്ലേ നമുക്കറിയാൻ കഴിയുക. ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ ഇന്ന്? തീർച്ചയായിട്ടും മനു, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. ഈ യോഗത്തിന് ശേഷം ഈ യോഗത്തിൽ പ്രധാനമായിട്ടും ആദ്യം ഈ നടന്ന കാര്യങ്ങൾ വളരെ വിശദമായിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിക്കും. അതിനുശേഷം യോഗത്തിലുള്ള അംഗങ്ങളിൽ നിന്നും ഇതിൻ്റെ മുഴുവൻ അവരുടെ ഒരു പ്രതികരണം ശേഖരിക്കും. അതിനുശേഷം പല തരത്തിലുള്ള പ്രമേയങ്ങൾ, ഇതിനെ ഏത് തരത്തിലായിരിക്കണം നോക്കിക്കാണേണ്ടത്, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ SNDP നേതൃത്വത്തെയും SNDPയും മോശമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് നടപടികളുമായിട്ട് മുൻപോട്ട് പോകണം. അതോടൊപ്പം തന്നെ NSSുമായിട്ട് വരുന്ന ഈ ഒരു യോജിപ്പ്, ആ യോജിപ്പ് നേരത്തെ നടക്കാതെ പോയ ഒരു യോജിപ്പാണ്, അത് ഏത് തരത്തിലായിരിക്കണം, അതിന് ഇനിയൊരു തടസ്സം വരാതെ മുൻപോട്ട് കൊണ്ടുപോകുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതിൽ ഈ യൂണിയനിൽ അംഗങ്ങളായിട്ടുള്ള നേതാക്കൾ, പ്രധാനമായിട്ടും കേരളത്തിലെ എല്ലാ നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, ബോർഡ് അംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു തീരുമാനം അനുസരിച്ച് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ യോജിപ്പിലേക്ക് NSSും SNDPയും തമ്മിലുള്ള യോജിപ്പിലേക്ക് പോവുക. അതിൻ്റെ പ്രാരംഭ ചർച്ചകളാവുമെന്ന് പ്രധാനമായിട്ടും നടക്കുക. അതായത് ഒരു വിശാലമായ എല്ലാ യൂണിയൻ അംഗങ്ങളുടെയും പ്രതിനിധികളുടെയും ഒക്കെ അഭിപ്രായം രൂപീകരിച്ച് ശേഖരിച്ച് അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് പോവുക എന്നൊരു വിശാലമായ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ചാവേദി അല്ലേ? തീർച്ചയായിട്ടും മനു, കാര്യം SNDP യോഗം ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും എല്ലാ യൂണിയനുകളും അംഗീകരിക്കും. പക്ഷേ ജനാധിപത്യ രീതിയിൽ അതിനെ മുഴുവൻ പ്രതിനിധികളെയും വിളിച്ചു വരുത്തി അവരുടെയൊക്കെ തന്നെ ഒരു അഭിപ്രായം ശേഖരിച്ചുകൊണ്ട്, കാര്യം നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരസ്യമായിട്ട് ഒരു വേദിയിൽ വെച്ച് കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പരസ്യമായിട്ട് SNDPയെയും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദി എന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത്തരം വാദങ്ങളൊക്കെ മുന്നോട്ട് വന്ന സാഹചര്യത്തിലാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ SNDPയുടെ ഭാഗത്തു നിന്നും പല യൂണിയൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് NSS അടക്കം
അടക്കമുള്ള സംഘടനകൾ അതിനെ ഈ കോൺഗ്രസിൻ്റെ ഈ നടപടിക്കെതിരെ വിമർശനവുമായി രംഗത്ത് വരികയും അങ്ങനെ NSSുമായിട്ടൊരു യോജിപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭ ചർച്ചകളാവും അല്പസമയത്തിനകം ഇവിടെ നടക്കുക. ഇപ്പോൾ ഈ യൂണിയൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള യൂണിയൻ ഭാരവാഹികൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അല്പസമയത്തിനകം ജോയിന്റ് ജനറൽ സെക്രട്ടറി എത്തിച്ചേരും. അദ്ദേഹം എത്തിയതിനു ശേഷമായിരിക്കും യോഗ നടപടികൾ ഈ ഇന്നിപ്പോൾ നടക്കുന്ന യോഗത്തിൻ്റെ നടപടികൾ ആരംഭിക്കുക. ശരി, ഏതായാലും അല്പസമയത്തിനകം തന്നെ SNDP യോഗം ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ NSSുമായിട്ടുള്ള ഐക്യം തന്നെയാണ്. അതിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും, അത്തരത്തിലുള്ള സാധ്യത എങ്ങനെയാണ് ചർച്ചകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, NSS നേതൃത്വമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ സ്വാഭാവികമായും വേണ്ടിവരും. കാരണം അവരോടുകൂടി ചർച്ച നടത്തിയാൽ മാത്രമാണല്ലോ അങ്ങനെ ഒരു തീരുമാനമായിട്ട് SNDPക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ കൂടിക്കാഴ്ചയുടെ സാധ്യതകൾ അടക്കം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിർണായകമായ യോഗം. SNDP നേതൃത്വം ഇപ്പോൾ ആലപ്പുഴയിൽ ചേരുന്നത്. അല്പസമയത്തിനകം തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗത്തിലേക്ക് എത്തും. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള യൂണിയൻ ഭാരവാഹികളൊക്കെ ഇപ്പോൾ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. ഷാജഹാനാണ് ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്.